ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ മികച്ച മാതൃകയാകാൻ സാധിക്കും? നല്ല ഭരണം കാഴ്ചവെച്ചാൽ മതിയെന്നാണ് ഉത്തരമെങ്കിൽ അത് അംഗീകരിക്കില്ല. നല്ല ഭരണകർത്താവിനും അപ്പുറം മികച്ച മനുഷ്യനാകുന്നവർ ആരാണോ അവരാണ് മികച്ച ജനപ്രതിനിധി. അതിന് ആദ്യം തൻ്റെ നേട്ടത്തിനേക്കാൾ തൻ്റെ കോട്ടങ്ങൾ തിരിച്ചറിയണം, തെറ്റുകൾ മനസ്സിലാക്കണം, അത് തിരുത്തണം. മാപ്പ് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ അത് പറയണം. ഇക്കാര്യത്തിൽ ഉത്തമ ഉദാഹരണമാണ് കരുനാഗപ്പള്ളി MLA CR മഹേഷ്. നേരത്തെ തന്നെ മികച്ച നിയമസഭാ സാമാജികൻ എന്ന പേര് നേടിയ വ്യക്തിയാണ് മഹേഷ്. ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും മഹേഷ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ജയിച്ചു കയറി. ഇക്കുറി UDF സുനാമിയിൽ തന്റെ കോട്ട മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ CR മഹേഷ് ഉറപ്പിച്ചു നിർത്തി. അതിന് കാരണവും മുകളിൽ സൂചിപ്പിച്ച മികച്ച മനുഷ്യനെന്ന ലേബൽ തന്നെയാണ്. ഇത്രയും പറയാൻ കാരണം പൊതുമധ്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റുതിരുത്തി മാപ്പ് പറയാൻ കാണിച്ച ആ മനസ്സാണ്. മോട്ടോർ വാഹന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് MLAയും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും കാറിൽ യാത്ര ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ ഖേദപ്രകടനവുമായി CR മഹേഷ് MLA രംഗത്ത് വന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കണ്ണടയ്ക്കാമായിരുന്നു, ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ് തലയൂരാമായിരുന്നു. എന്നാൽ അവിടെയാണ് തെറ്റേറ്റു പറഞ്ഞ് മഹേഷ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പിരുന്നത്. തൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു പിഴവുണ്ടായി, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. പലർക്കും അറിഞ്ഞും അറിയാതെയും ട്രാഫിക് നിയമങ്ങളിൽ പിഴവുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. ഇതായിരുന്നു CR മഹേഷിന്റെ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതുപ്പള്ളിപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പോകുന്ന വഴിക്കാണ് പിഴവ് സംഭവിച്ചതെന്ന് ഓർക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെയുള്ള കേസുകളുടെ എല്ലാം പിഴയടച്ചു എന്നാണ് ഓർമ്മ. ഇല്ല എങ്കിൽ പിഴ അടയ്ക്കുവാനും തെറ്റാവർത്തിക്കാതെ ഇരിക്കുവാനും ശ്രദ്ധിക്കുന്നതാണ്. ഈ സംഭവം വിഷ്വൽ മീഡിയകളിൽ വാർത്ത വന്നതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത് എന്നുകൂടി പറഞ്ഞു CR മഹേഷ്. CR മഹേഷിന്റെയും മന്ത്രി OJ ജനീഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജെയ്സൺ ജെയിംസിന്റെയും കാർ യാത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു. വാഹനം ഡ്രൈവ് ചെയ്യുന്ന ജെയ്സൺ ജെയിംസ് തന്നെയാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ജെയ്സണും കൂടെ മുൻസീറ്റിരുന്ന CR മഹേഷും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. 12 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സിനിമാ പാട്ടിന്റെ പശ്ചാത്തല സംഗീതം ചേർത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസായി പോസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് വ്യാപക വിമർശനം നേരിട്ടതും MLA ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതും. CR മഹേഷിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പിഴവുണ്ടായി. പലർക്കും അറിഞ്ഞും അറിയാതെയും ട്രാഫിക് നിയമങ്ങളിൽ പിഴവുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുതുപ്പള്ളിപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ പോകുന്ന വഴിക്കാണ് പിഴവ് സംഭവിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഇങ്ങനെയുള്ള കേസുകളുടെ എല്ലാം പിഴയടച്ചു എന്നതാണ് എൻ്റെ ഓർമ്മ. ഇല്ല എങ്കിൽ പിഴയടയ്ക്കുവാനും തെറ്റാവർത്തിക്കാതെ ഇരിക്കാനും ശ്രദ്ധിക്കുന്നതാണ്. ഈ സംഭവം വിഷ്വൽ മീഡിയകളിൽ വാർത്ത വന്നതുകൊണ്ടാണ് ഈ കുറിപ്പ് എഴുതുന്നത്. ആയതിനാൽ ഈ സംഭവത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. തെറ്റ് ചൂണ്ടിക്കാണിച്ച മാധ്യമങ്ങളോട് നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ വാക്കുകൾ വിവാദങ്ങളെ കെടുത്തുവാൻ CR മഹേഷിന് സാധിച്ചിട്ടുണ്ട്. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ജനപ്രതിനിധി എന്നതിനുമപ്പുറം താൻ പച്ചയായ മനുഷ്യനാണെന്നുകൂടി അടിവരയിടുന്നുണ്ട് CR മഹേഷ്.